ഹലോ ഗൈസ്, എല്ലാവർക്കും എബി ഗെയിംസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് സർവൈവൽ എപ്പിസോഡ് 2 ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്നത് കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറേയധികം കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറേ മൈനിങ്ങിനൊക്കെ ഇറങ്ങി ഗൈസ്. നമുക്ക് കുറേ അയണും ഗോൾഡൊക്കെ നമുക്ക് കിട്ടി ഗൈസ്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ അയണിൻ്റെ പിക്കാക്സും സോഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആപ്പിളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളെ ഇതൊക്കെ നമുക്കിന്ന് നമ്മൾ മൈനിങ് ഇറങ്ങിയപ്പം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഉണ്ടോ, നമുക്ക് ഗോൾഡൊക്കെ കിട്ടി. പക്ഷേ ഈ നീല കളറുള്ള സാധനം എനിക്കറിയത്തില്ല, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് എമറാൾഡൊക്കെ എവിടെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വില്ലേജർ ഉണ്ടായിരുന്നു. ആ വില്ലേജറിനൊക്കെ കോള് കൊടുത്തു കഴിഞ്ഞാൽ എമറാൾഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ലിസ്റ്റും പടി കോളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊടുത്ത് ഒരു എമറാൾഡിങ് വാങ്ങിച്ച്. എനിക്ക് നേരത്തെ ഒരു എമറാൾഡ് കിട്ടിയിരുന്നു, പക്ഷേ എൻ്റെ എമറാൾഡ് എങ്ങനെയോ പോയി. ഇവിടെ ഒരു ട്രേഡിന് വന്നത്. അപ്പോൾ എനിക്ക് 3 സീഡ് കിട്ടി. അറിയാതെ എൻ്റെ കോള് ഇത് പോട്ടെ വരുന്ന എമറാൾഡ് പോയിട്ട് എനിക്ക് ആ സീഡ് കിട്ടി. പിന്നെ ഞാൻ ഒന്നും കൂടെ പോയി കോള് കൊടുത്ത് വാങ്ങിച്ച് അത് എമറാൾഡ്. പിന്നെ നമ്മൾ അടുത്ത ഒന്നും കൂടെ നമ്മൾ മൈനിങ് ഇറങ്ങാൻ പോകണം. ഇനി കുറച്ച് ഗോൾഡും കൂടെ അവിടെ ഉണ്ട്. അതൊക്കെ എടുക്കാൻ നമ്മളിനി മൈനിങ്ങിന് ഇറങ്ങാൻ പോവുക. അപ്പം നമ്മൾ മൈനിങ്ങിന് അറിയുന്ന കേവ് താഴെ തന്നെയാണ്. അത് ഏത് കേവിലാണ് നമ്മൾ ഇറങ്ങുന്നതെന്ന് കാണിക്കുക നിങ്ങളെ. അതിൻ്റെ തന്നെ നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോകാം. നമ്മുടെ ലൈഫൊക്കെ ഇച്ചിരി കുറവാണ്, അതായിരിക്കും നല്ലത്. അതുകൊണ്ട് നമ്മൾ താഴെ കാണുന്ന ഈ കേവിലാണ് കഴിച്ച് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അവിടെ കുറച്ച് സോംബിയൊക്കെ നിൽപ്പുണ്ടെന്ന്. അപ്പോൾ ഈ കേവിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പം അതിൻ്റെ മുമ്പേ ആ സോംബിയെ നമുക്ക് തല്ലിക്കളി. ഈ കേവിൽ നിന്നാണ് ഈ അയണൊക്കെ കിട്ടിയത്. അപ്പം നമുക്ക് അതിൻ്റെ മുമ്പ് ഈ സോംബിയൊക്കെ ഒന്ന് തല്ലിക്കൊല്ലണം. അതിന് അടുത്ത പരിപാടിയാണ് തല്ലിക്കൊല്ലം. അങ്ങനെ കൈ സോംബിയെല്ലാം നമുക്ക് തല്ലിക്കൊന്ന് നമുക്ക് XP ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് സ്പൈറൊക്കെ വന്നായിരുന്നു കൈസ്. അപ്പം അതിന് നമ്മൾ തല്ലിക്കൊന്ന് അപ്പം അതിൻ്റെ സ്പൈറിൻ്റെ ഈ സ്ട്രിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് XP ഒക്കെ കിട്ടി. നമുക്ക് ഗോൾഡ് എടുക്കാൻ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് അവിടെ കുറച്ച് മറ്റേ നീല കളറുള്ള ഞാൻ ചെസ്റ്റ് വെച്ച് കാണിച്ചില്ല, ആ സാധനമൊക്കെ അവിടെ ഉണ്ട് കൈസ്. പക്ഷെ അതെന്നെ സംഭവം നീക്കറിയത്തില്ല. എന്നാലും ഞാൻ മൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഉപകാരം കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ താഴെ ഇറങ്ങി. എവിടെയും കുറച്ച് അയണൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. ഇനി എൻ്റെ മുമ്പ് മറ്റേ നല്ല നീല കളറുള്ള ആ സാധനം നമുക്ക് എടുക്കണം. ഇവിടെ കുറച്ച് XP ഒക്കെ എടുക്കുന്നുണ്ട് കൈസ്. പക്ഷെ നീല കളറുള്ള ആ സാധനം അതെടുക്കുമ്പോൾ നമുക്ക് XP ഒക്കെ കിട്ടുന്നുണ്ട് കൈസ്. അപ്പം നമുക്കിനി അത് ഇവിടെയും കുറച്ചുണ്ട്. ഇനി അത് മൊത്തം നമുക്ക് എടുക്കണം. ഇപ്പം ക്യാഷ് എടുക്കുക. എൻ്റെ ഇവിടെ ഫുള്ള് രാവിലാണ് കൈസ്. രാവിലെ ഇടയ്ക്ക് എങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് തീരുമല്ല. നമുക്കിനി ഇത് പൊളിച്ചെടുക്കാം. ഇതെവിടെ എത്ര ബ്ലോക്കുണ്ട്? ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. 2 ബ്ലോക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കെടുക്കാം. ഇതൊക്കെ മൈൻഡ് ചെയ്തൊക്കെ തിരിച്ചിട്ട് പണിയാണ് കൈസ്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്നാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നോക്കാം. 21 എണ്ണമുണ്ട്. ഇതും കൂടെ കാരണം 33. നമുക്ക് താഴെ പോയിട്ട് താഴെ ഗോൾഡൊക്കെ ഉണ്ട് കൈസ്. ഇനി അതൊക്കെ പോയി നമുക്ക് എടുക്കണം. ഗോൾഡൻ വെച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. ഗോൾഡൻ വെച്ച് നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം കൈസ്. ഇതന്നെ താട്ടോ അങ്ങനത്തെ ഇത്. ഇനി നമുക്ക് ഗോൾഡൊക്കെ മൈൻ ചെയ്തെടുക്കാം. നമ്മൾ ഗോൾഡൊക്കെ ഓൾമോസ്റ്റ് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെയും കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു. അവിടം വരെ ഞാൻ പോയുള്ളൂ, കാരണം എൻ്റെ ടോർച്ചൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ ടോർച്ചൊന്നും ഇല്ല. ഇനി ഞാൻ ഗോൾഡ് മൈൻ ചെയ്തെടുത്തിട്ട് ഇനി അവിടെയുള്ള ഏതെങ്കിലും ടോർച്ച് എടുത്തുകൊണ്ട് പോകണം. അങ്ങോട്ട് ഇനിയും കുറേ ഇത് പോയിട്ടുണ്ട്, പക്ഷെ എനിക്കങ്ങോട്ട് പോകാനുള്ള ടോർച്ചില്ലായിരുന്നു. പക്ഷെ അപ്പുറത്തേക്ക് ഇന്നത്. പക്ഷെ നമുക്ക് ഇതുവരെ ഇവിടുത്തെ ഡയമണ്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഗോൾഡും ഇതൊക്കെ അയണൊക്കെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഡയമണ്ടൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ഇതിനകത്തൊന്നും. നമുക്ക് ഡയമണ്ടൊക്കെ ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇവിടെ നിന്നിറങ്ങി ഇങ്ങ് താഴോട്ടും എല്ലാം പോകുന്നെങ്കിൽ ഡയമണ്ടൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ മൊത്തം മൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് ഇറങ്ങാം.
നമ്മളെ ലൈഫൊക്കെ ഇച്ചിരി കുറവാണ്. വിശക്കുന്നുണ്ട്. നമുക്കിനി താഴോട്ട് ഇറങ്ങാം. ഇതെല്ലാം കൂടെ മെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഗോൾഡെല്ലാം കിട്ടി. നമുക്ക് താഴെ ആ നീലക്കളറുള്ള സാധനമുണ്ട്. ഇതിൻ്റെ പേരെന്നെ എനിക്കറിയത്തില്ല, നോക്കണം. ഈ നീല കളറുള്ളതിനെ കൊണ്ട് ഉപയോഗം എന്നെ നീക്കത്തിന് മണ്ടയ്ക്ക് എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നോക്കാം ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്തുവാന്ന്. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഇതില്ല. നീല കളറുള്ള ബെഡ് ഉണ്ടാക്കാൻ പറ്റും. നീല കളറുള്ള ബെഡുണ്ടോ ഇതിനകത്ത്? ബാക്കി എല്ലാ കളറുണ്ടെന്ന് തോന്നുന്നു. ചുമല എല്ലാം ഒക്കെ ഉണ്ട്. നീല കളറില്ല. ഇവിടുത്തെ ടോർച്ച് എടുത്തുകൊണ്ട് ഇനി പോവാം. വുഡൻ പിക്കാസും മറ്റും ആക്കാം. ഈ ടോർച്ചും കൊണ്ടാണ് ഇവിടെ വെക്കാം. ഇനി അങ്ങോട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് എന്നാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ടോർച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം ടോർച്ചുമായിട്ട് വന്നിട്ട് വേണം എനിക്ക് ഇനി അവിടെ കയറാൻ. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് വലിയ വഴി കാണുമായിരിക്കും എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനലിലൊക്കെ ഭയങ്കര വ്യൂവേഴ്സ് കുറവാണ്. എല്ലാവരും വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ. അപ്പോൾ അടുത്ത സർവൈവൽ വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.